നമസ്കാരം, ഞാൻ ഡോക്ടർ ലിയ. ഡോക്ടർ അരവിന്ദ് IVF ഫെർട്ടിലിറ്റി ആൻഡ് പ്രഗ്നൻസി സെൻറ്റർ കാലിക്കറ്റ് ബ്രാഞ്ചിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വന്ധ്യത അനുഭവിക്കുന്ന കപ്പിൾസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു വറി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോയാൽ അല്ലെങ്കിൽ വന്ധ്യത ചികിത്സ എന്ന് പറയുന്നത് IVF മാത്രം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. IVF എന്ന് പറയുന്നത് വന്ധ്യത ചികിത്സയിലെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ അടുത്ത് ഒരു കപ്പിൾ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് അവർ ഇവാലുവേറ്റ് ആണ് ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഹിസ്റ്ററി ടേക്കിംഗ്, അവർക്ക് വന്ധ്യതക്ക് കാരണമായിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ള ഹിസ്റ്ററി ടേക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫീമെയിൽസ് ആണെങ്കിൽ അവർക്ക് പ്രീവിയസ് എന്തെങ്കിലും സർജറീസ് ഉണ്ടോ, അവരുടെ പീരിയഡ്സ് എങ്ങനെയാണ്, അവരുടെ കോണ്ടാക്ട് ഹിസ്റ്ററീസ് എങ്ങനെയാണ്. മാത്രമല്ല മെയിൽസ് ആണെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ വല്ല സർജറീസ്, മംസ് അല്ലെങ്കിൽ സഞ്ചിയിലോട്ട് വൃക്ഷണം ഇറങ്ങാൻ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും സർജറി നടന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ ഹിസ്റ്ററീസും എടുത്തതിന് ശേഷം നമ്മളൊരു ബേസിക് ഇവാലുവേഷൻ നടത്തും. ലൈക്ക് ഫീമെയിൽസ് ആണെങ്കിൽ നമ്മൾ അവരുടെ സ്കാൻ ചെയ്ത് അവരുടെ യൂട്രസ് എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്, മാത്രമല്ല ഓവറിൻ്റെ സൈസ്, ഓവറിൻ റിസർവ്. മെയിൽസിനാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സെമൻ അനാലിസിസ് ആണ്, DTR സെമൻ അനാലിസിസ്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചികിത്സയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയിൽ ഫസ്റ്റ് ടൈം നമ്മൾ എല്ലാ ഫാക്ടേഴ്സും നോർമൽ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു നാച്ചുറൽ സൈക്കിൾ അല്ലെങ്കിൽ ഓവുലേഷൻ ഇൻജെക്ഷൻ സൈക്കിളാണ്. ഇപ്പോൾ PCOS അല്ലെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആവുന്നവർക്കൊക്കെ ഓവുലേഷൻ, അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറൽ സൈക്കിൾ ഓവുലേഷൻ ഇൻജെക്ഷൻ സൈക്കിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ത്രീകൾക്ക് അവരുടെ പീരിയഡ്സിൻ്റെ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ദിവസം മുതലായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അവർക്ക് ചെറിയ ടാബ്ലറ്റ്സ് എല്ലാം കൊടുത്ത് അവരുടെ ഓവുലേഷൻ ശരിയാണോ എന്നുള്ളത് നമ്മൾ സ്കാൻ വഴി മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓവുലേഷൻ, അണ്ടോൽപാദനം കറക്റ്റായി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ഓവുലേഷൻ ആവുന്ന ഒരു ടൈമിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓവുലേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ഒരു സമയത്ത് ഇവർ കോണ്ടാക്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയും ആ സമയത്ത് ഇവർ കോണ്ടാക്ട് വെക്കുകയും അതിനുശേഷം ഒരു 15 ഡേയ്സ്, ആ ഓവുലേഷൻ ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു 15 ഡേയ്സ് ഇതിന് സപ്പോർട്ടീവ് മെഡിസിൻസ് കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഓവുലേഷൻ ഇൻജക്ഷൻ സൈക്കിൾ ഓർ നാച്ചുറൽ സൈക്കിൾ എന്ന് പറയുന്നത്.